അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് പദയാത്ര. സിനിമയുടെ ചിത്രീകരണം അടുത്തിടെ പൂർത്തിയായിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന എട്ടാമത്തെ ചിത്രമാണിത്. തകഴിയുടെ പ്രസിദ്ധ നോവലായ രണ്ടിഴങ്ങിനെയാണ് അടൂർ സിനിമയാക്കാൻ ഒരുങ്ങുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ കഥയും തിരക്കഥയും സംഭാഷണവും അടൂർ ഗോപാലകൃഷ്ണനും കെ.വി. മോഹൻകുമാറും ചേർന്ന് നിർവഹിക്കുന്നു എന്നാണ് പോസ്റ്ററിലുള്ളത്. ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ്. ചിത്രം തിയേറ്റർ റിലീസ് ഒഴിവാക്കി OTTയിലൂടെ പുറത്തിറങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചതിന് ശേഷമാകും OTTയിലൂടെ പുറത്തിറങ്ങുക എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. പോസ്റ്റർ ഡിസൈനിലും വാക്കുകളിലുമെല്ലാം പഴമയുടെ രസക്കൂട്ടുകളാണ് പദയാത്ര എത്തുന്ന ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് നാലാം തവണയാണ് മമ്മൂട്ടിയും അടൂരും ഒന്നിക്കുന്നത്. മുഖ്യ സംവിധാന സഹായിയായി മീര സാഹിബും ഛായാഗ്രഹണം ഷഹദാദ് ജലാലും ചിത്രസംയോജനം പ്രവീൺ കുമാർ, കലാസംവിധാനം ഷാജി നടുവിൽ, സംഗീത സംവിധാനം മുജീബ് മജീദ് തുടങ്ങിയവരാണ് അണിയറ പ്രവർത്തകരുള്ളത്. 1987 പുറത്തിറങ്ങിയ അനന്തരം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി അടൂരും മമ്മൂട്ടിയും ഒന്നിച്ചത്. തുടർന്ന് വിധേയൻ, മതിലുകൾ എന്നീ സിനിമകൾ അടൂർ സിനിമകളിൽ മമ്മൂട്ടി മുഖ്യവേഷത്തിലെത്തി. മതിലുകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും വിധേയനിൽ വില്ലനായ ഭാസ്കര പട്ടേൽ എന്ന ജന്മിയുമായാണ് മമ്മൂട്ടി അവതരിച്ചത്. മമ്മൂട്ടിയുടെ കരിയറിലെ സുപ്രധാന വേഷങ്ങളായി ഇവ രണ്ടും മാറിയിരുന്നു. വിധേയനിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. സംസ്ഥാന അവാർഡും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. 2016 പുറത്തിറങ്ങിയ പിന്നെയുമാണ് അടൂരിൻ്റെ സംവിധാനത്തിൽ തുടങ്ങിയ അവസാനത്തെ സിനിമ.